Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാളിൽ അകപ്പെട്ട പയ്യന്നൂർ തൃക്കരിപ്പൂർ സ്വദേശികളെ നാട്ടിലെത്തിക്കാൻ സംവിധാനം ഒരുക്കിയതായി അധികൃതർ. തങ്ങൾ സുരക്ഷിതരാണെന്നും 29-ന് നാട്ടിലേക്ക് തിരിക്കുമെന്നും പയ്യന്നൂർ അന്നൂർ സ്വദേശി ദീപ കുനുവാട്ടിൽ നേപ്പാളിൽ നിന്നും അറിയിച്ചു. ഇപ്പൊ നിങ്ങളെ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് പറയോ? ഇപ്പൊ നമ്മള് നേപ്പാളിലെ പൊക്രയിലാണുള്ളത്. പിന്നെ നമ്മള് 23-നാണ് നെടുമ്പാശ്ശേരിന്ന് യാത്ര തിരിച്ചത്. കരിപ്പൂർ വരെയായിരുന്നു നമ്മളെ ഫ്ലൈറ്റ്. അതിനുശേഷം നമ്മള് റോഡ് മാർഗാണ് നേപ്പാളിലെത്തിയത്. അപ്പൊ കാഠ്മണ്ഡുന്ന് നമ്മള് കുറച്ച് സീനെല്ലാം കണ്ട് അതിനുശേഷം നമ്മള് പൊക്രയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ദുരന്തം കാണാനിടയായത്. അപ്പൊ നമ്മള് പോകുന്ന റോഡ് ഫുള്ള് ബ്ലോക്കായി. പിന്നെ നമ്മൾ എന്നിട്ട് തിരിച്ചൊരു വേറൊരു റോഡിലേക്ക് കൂടിയാണ് ചുറ്റി പൊക്രയിലെത്തിയത്. ഇന്നലെ ഏകദേശം 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇന്ന് ഇപ്പോഴാണ് നമ്മൾ പൊക്രയിലെത്തിയത്. ഇത്രയും ദൂരം നമ്മള് പിന്നെ റോഡ് മാർഗം സഞ്ചരിക്കുകയായിരുന്നു, അത് കുന്നിൻ ചെരുവിലൂടെ. അപ്പൊ ഇനി നമ്മൾ 29-നാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. നമ്മളെല്ലാവരും സേഫാണ്. പ്രളയത്തിലൊന്നും നമ്മൾ പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടു ആ പ്രളയം. മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാളിൽ അകപ്പെട്ട പയ്യന്നൂർ അന്നൂർ സ്വദേശി ദീപയുടെ വീട് വി കുഞ്ഞികൃഷ്ണൻ MLA സന്ദർശിച്ചു. ദുരന്തത്തിൽ അകപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ടൂർ പ്രോഗ്രാം നേപ്പാളിലേക്ക് പോയ സംഘത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെട്ട അന്നൂരിൽ ഉള്ള ഒരു സ്ത്രീ ഉള്ളതായി ഇന്നലെയാണ് വിവരം കിട്ടിയത്. ആ വിവരം കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തി. അപ്പോൾ അവർ ആ സംഘം തന്നെ മിസ്സിംഗ് ആണ് എന്ന നിലയിലുള്ള വിവരമാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ അവരൊരു വനത്തിനുള്ളിലാണുള്ളത്, വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ടാണുള്ളത്, എവിടെയും പോകാൻ പറ്റുന്നില്ല എന്ന നിലയിൽ വിവരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ ഒരന്വേഷണം നടത്തി. ആ നിലയിൽ അവരെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു. അവരുടെ ഫോൺ നമ്പർ കിട്ടിയെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് എന്ന മറുപടിയാണ് കിട്ടിയത്. ഒന്നുകിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കാം, അതല്ലെങ്കിൽ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയതായിരിക്കാം. ഏതായാലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഉള്ള ബന്ധപ്പെടൽ രാത്രി തുടർന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പുലർച്ചെ ഒരു 2-2:30 മണിക്ക് അവരെ കണ്ടെത്തുകയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തതായി വിവരം ലഭിച്ചു. ഇന്ന് രാവിലെ, അതൊരു ഗ്രാമപ്രദേശമാണ്, ഇന്ന് രാവിലെ അവിടെ നിന്ന് കുറേ കൂടി സുരക്ഷിതമായ പട്ടണ പ്രദേശത്തേക്ക് മാറ്റിയതായും വിവരം ലഭിച്ചിരുന്നു. ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായി പോയതാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെട്ട ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽപ്പെട്ട 5-6 പേരുണ്ടായിരുന്നു.
എന്ന നിലയിൽ തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യറും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടതായി ഇന്നലെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ തിരിച്ചു വരാൻ അവരുടെ ടിക്കറ്റ് 29-നാണ്. 29-ന് ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ എടുത്തതാണ്. അപ്പോൾ അത് മാറ്റിക്കിട്ടുമോ എന്ന ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ 29-ൻ്റെ ഫ്ലൈറ്റിൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. ആശങ്കപ്പെടേണ്ട ഒരു വിഷയമില്ല, എല്ലാവരും സുരക്ഷിതമാണ് എന്ന് വിവരം ലഭിച്ചു. അവരുടെ കുടുംബാംഗങ്ങളെയും ആ വിവരം അറിയിച്ചിട്ടുണ്ട്. മനുഷ്യജീവനെടുക്കുന്ന പാതയായി പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ പിലാത്തറ മണ്ടൂർ ഭാഗം വാഹനയാത്രികരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ പ്രദേശത്ത് നടക്കുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പിലാത്തറ മണ്ടൂർ KSTP പാത ഇപ്പോൾ യാത്രികരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ദിനംപ്രതി എന്നോണം ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഈ റോഡിൽ നടക്കുന്നത്. ശാസ്ത്രീയമായ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവും റോഡ് നിർമ്മാണത്തിലെ അപാകതകളുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. അപകട മേഖലകൾ കൃത്യമായി അടയാളപ്പെടുത്താനോ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. അപകടങ്ങൾ വർദ്ധിച്ചതോടെ പ്രാദേശിക കൂട്ടായ്മകളും നാട്ടുകാരും ചേർന്ന് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിരന്തരം നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങൾക്കപ്പുറം യാതൊരുവിധ നടപടിയും ഇതുവരെയുണ്ടായിട്ടില്ല. നിരപരാധികളായ മനുഷ്യജീവനുകൾ റോഡിൽ പൊലിയുമ്പോഴെങ്കിലും അധികൃതർ നീതിബോധത്തോടെ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ ഭാഗത്ത് നടക്കുന്ന അപകടങ്ങളും കൂടിയിട്ടുണ്ട്. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ അപകടങ്ങളല്ല, കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടുണ്ടായത്. ഇവിടെ തന്നെ നമ്മുടെ വായനശാലയ്ക്ക് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് അതിനെ കുറച്ച് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ സമീപം തന്നെ ബസ്സിന് പിറകിലടിച്ചിട്ട് 4 ആൾക്കാർ മരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാപ്പനശ്ശേരി ഇരുന്ന ആ സൈഡിലൊക്കെ നിരന്തര അപകടങ്ങളാണ്. അപ്പോൾ ഈ അപകടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈൻ ബോർഡും മറ്റ് കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ എന്നിരുന്നാലും എന്തുകൊണ്ടാണെന്നറിയില്ല, ഡ്രൈവർമാരൊന്ന് ബോധവൽക്കരിക്കുക വേണ്ടി ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് ഈ അപകടങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു ശ്രമം ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. റോഡിലെ അപകട മേഖലകൾ അടിയന്തരമായി കണ്ടെത്തി ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞേക്കാം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ നഗരത്തിൽ പുതുതായി നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം തുടരാൻ തീരുമാനം. ഓണക്കാലത്ത് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം പൂർണ്ണ വിജയമാണെന്നും ഇനിയും ജനങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്നും പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ആവശ്യപ്പെട്ടു. ഓണക്കാലത്ത് കഴിഞ്ഞ 17 മുതലാണ് നമ്മൾ പയ്യന്നൂർ നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ നെറ്റ്വർക്കിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ശാസ്ത്രീയമായി നമ്മൾ റോഡിനെ കുറിച്ചെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഓണം കഴിയുമ്പോഴേക്കുള്ളൊരു പൊതു അഭിപ്രായം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായി ഇത്തവണ നമുക്ക് ഓണം ട്രാഫിക് ഇല്ലാതെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റിയെന്നാണ്. അത് ടൗണിലെ തൊഴിലാളികളും അതോടൊപ്പം തന്നെ വ്യാപാരി സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ, ടൗണിലേക്ക് എത്തുന്ന ജനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ അഭിപ്രായം ഒരേ സ്വരത്തിലാണ്. വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി ചെയർമാൻ എന്ന നിലയിൽ എന്നെയൊക്കെ പല ആളും വിളിച്ചു പറഞ്ഞ നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓണം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓണത്തിന് കൊണ്ടുവന്ന നിയന്ത്രണം അതുപോലെ തുടരുന്നുണ്ടോ എന്നില്ലയാണ്. ഒരു പൊതു അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നത് ആ നിയന്ത്രണങ്ങളും ആ രീതികളും ഒക്കെ തുടരുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ കുറേ കൂടി ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യമായിട്ട് ഏതെങ്കിലും റോഡൊന്നും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ചില ക്രമീകരണങ്ങൾ ഒരുക്കിയതല്ലാതെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിലാണ് ക്രമീകരണമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകണം തന്നെയാണ് നഗരസഭ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓണസമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ട്രാഫിക് ഗാർഡിനെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ട്രാഫിക് നിയന്ത്രിച്ചിട്ടുള്ളത്. ആ ട്രാഫിക് ഗാർഡ് എന്നത് ഞങ്ങൾ നഗരസഭയെ സംബന്ധിച്ച് നമുക്ക് അത് പൂർണ്ണമായിട്ടും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംവിധാനമല്ല. അത് താൽക്കാലിക ഒരു ആവശ്യം കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്തൊരു കാര്യമാണ്.
അതോടൊപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കുറേ സഹായം ഉള്ളതുകൊണ്ടാണ് കുറേ പോലീസുകാരെ നമുക്ക് കിട്ടിയിരുന്നു KP ക്യാമ്പിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും എന്നുള്ളത് പോലീസ് തുടരണമെന്ന് ഞങ്ങൾ പോലീസിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും ട്രാഫിക് ഗാർഡോ അല്ലെങ്കിൽ പ്രത്യേക പോലീസോ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ കൊണ്ടുവന്ന നിയന്ത്രണം അത് തുടരാൻ വേണ്ടി തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് വിജയം തോന്നുന്നുണ്ട്. ഏതായാലും ട്രാഫിക് കമ്മിറ്റി ഒന്നുകൂടി മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി ചേർന്ന് ഈ ട്രാഫിക് പരിഷ്കരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതാവുകയെന്നുള്ളതാണ്. എനിക്ക് നെറ്റ്വർക്ക് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് സൗകര്യപൂർവ്വം യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നോ എൻട്രി ബോർഡുകൾ കാണുമ്പോൾ, നോ പാർക്കിംഗ് ബോർഡുകൾ കാണുമ്പോൾ അത് ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു നിലപാടായിട്ട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലെ വാനരക്കൂട്ടത്തിന് ഇത്തവണയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം തെറ്റിക്കാതെ സമൃദ്ധമായ ഓണസദ്യ. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കുരങ്ങന്മാർ മുതൽ പ്രായമേറിയവരും ഉൾപ്പെടെയുള്ള 20ഓളം വാനരന്മാർക്കായി ഈ മനോഹരമായ വിരുന്നൊരുക്കിയത്. 19ാം വർഷത്തിലേക്ക് കടക്കുന്ന വാനരസദ്യയിൽ ഇത്തവണ 19 വ്യത്യസ്ത വിഭവങ്ങളാണ് വിളമ്പിയത്. ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സദ്യയ്ക്ക് താരപ്പൊലിമ പകർന്നു. 2 പതിറ്റാണ്ടോളം മുറതെറ്റാതെ വാനരന്മാർക്ക് ചോറൂട്ടിയ ചാലിൽ മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ചാണ് സദ്യക്കുള്ള പഴങ്ങളും പച്ചക്കറികളും ഒരുക്കിയത്. തുടർന്ന് ഓണപ്പാട്ടുകൾ പാടി കുട്ടികളും മുതിർന്നവരും വിഭവങ്ങൾ കയ്യിലേന്തി ഘോഷയാത്രയായാണ് ഇടയിലേക്കാട് കാവിലെത്തിയത്. ചോറിന് പുറമെ ചക്ക, ക്യാരറ്റ്, പപ്പായ, തക്കാളി, ബീട്രൂട്ട്, കക്കിരി, വെള്ളരി, മാതളം, പേരക്ക, സപ്പോട്ട, നെല്ലിക്ക തുടങ്ങി 19ഓളം വിഭവങ്ങളാണ് വാനരന്മാർക്കായി മുറിച്ച് വിളമ്പിയത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസ്സിലാണ് വാനരന്മാർക്ക് വെള്ളം നൽകിയത്. പഴങ്ങളും പച്ചക്കറികളും ആവോളം കഴിച്ച് വയറു നിറഞ്ഞ് ആഹ്ലാദത്തോടെ വാനരക്കൂട്ടം മടങ്ങി. ഈ വർഷം അത് 19ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇടയിലേക്കാട് കാവിൽ 30ഓളം കുരങ്ങുകളുണ്ട്. ഈ കുരങ്ങുകളുടെ ഭക്ഷണ ശീലം, അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ കുരങ്ങൾക്ക് ആളുകൾ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രജനന ശേഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ വാനര സദ്യക്കുണ്ട്. വാനരന്മാരാദ്യം ഒന്ന് അല്പം മടിച്ച് നിന്നെങ്കിലും എല്ലാ വാനരന്മാരും എത്തിയില്ലെങ്കിലും വലിയ ആഘോഷപൂർവ്വം ഈ വാനര സദ്യ ഇന്നിവിടെ നടന്നിട്ടുണ്ട്. 19 വിഭവങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളുമായിട്ട് ഇന്നിവിടെ വിളമ്പിയിട്ടുള്ളത്. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവും ബാലവേദി കൺവീനറുമായ M. ബാബു, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ V. പ്രഭാകരൻ, ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, സെക്രട്ടറി P. വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, സിനിമാ നടൻ KU മനോജ്, ഉദുനൂർ പത്മനാഭൻ വെളിച്ചപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K. സുലോചന, ഗ്രന്ഥാലയം പ്രസിഡന്റ് K. സത്യവർദ്ധൻ, ഗ്രന്ഥാലയം സെക്രട്ടറി VK കരുണാകരൻ, പരിസ്ഥിതി പ്രവർത്തകരായ ആനന്ദ് പേക്കടം, KV കൃഷ്ണപ്രസാദ് വൈദ്യർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്നൂർ വേമ്പു സ്മാരക വായനശാലയിലെ സംഗീത കൂട്ടായ്മയ്ക്ക് ഒരു പതിറ്റാണ്ടിന്റെ നിറവ്. അന്നൂരിലെ വേമ്പ് സ്മാരക വായനശാലയിൽ എത്തുന്നവർക്ക് അറിവിനൊപ്പം തന്നെ കലാസ്വാദനം നടത്താനും സാധിക്കും. വായനയ്ക്കൊപ്പം തന്നെ പാട്ടിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വായനശാല. അന്നൂരിലെ വേമ്പ് സ്മാരക വായനശാലയാണ് പാടാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. 10 വർഷത്തോളമായി ഈ വായനശാല ഈ പാതയിലാണ്. അന്നൂർ വേമ്പു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ പ്രവർത്തിക്കുന്ന സംഗീത കൂട്ടായ്മ 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. പ്രദേശത്തെ സംഗീതപ്രേമികളെയും പാടാൻ ആഗ്രഹിക്കുന്നവരെയും ഒന്നിപ്പിച്ചു നിർത്തിയാണ് ഈ കൂട്ടായ്മയുടെ യാത്ര. ആഴ്ചയിൽ 2 ദിവസം വായനശാലയിൽ ഒത്തുചേരുന്ന അംഗങ്ങൾക്ക് സൗജന്യമായാണ് സംഗീത പരിശീലനം നൽകുന്നത്. സിനിമാ ഗാനങ്ങളും പഴയകാല നാടക ഗാനങ്ങളും ഉൾപ്പെടുത്തി നടത്തുന്ന പരിശീലനത്തിൽ ബാലവേദി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള 35ലധികം പേർ പങ്കാളികളാകുന്നു. പേരക്കുട്ടി വേദ, അമ്മ സുരഭി, മുത്തശ്ശൻ EA ബാലകൃഷ്ണൻ എന്നിവർ ഒന്നിച്ച് പാടാനെത്തുന്നത് തലമുറകളെ സംഗീതത്തിലൂടെ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ്.
സ്റ്റേജ് ഭയമില്ലാതെ മനസ്സിൽ സൂക്ഷിച്ച പാട്ടുകൾ വേദിയിൽ അവതരിപ്പിക്കാനും വായനശാലയുടെ പ്രധാന ചടങ്ങുകളിൽ ഗാനാലാപനം നടത്താനും ഇവർക്ക് അവസരം ലഭിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ഡോട്ട് ചിത്രകാരനുമായ സുരേഷ് അന്നൂരാണ് ഈ വേറിട്ട കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രവർത്തന മികവിന് സംസ്ഥാനതല പുരസ്കാരങ്ങൾ നേടിയ പയ്യന്നൂർ താലൂക്കിലെ എ ഗ്രേഡ് ലൈബ്രറിയുമായ വേമ്പു സ്മാരക വായനശാലയുടെ ഭരണസമിതിക്ക് കെ ഗംഗാധരൻ, എ ബിനേഷ് എന്നിവർ നേതൃത്വം നൽകുന്നു. നമ്മുടെ വായനശാലയിൽ 12,000-ലധികം പുസ്തകങ്ങളുണ്ട്. വായനയോടൊപ്പം സംഗീത പരിശീലനം, അവരുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഈ വായനശാല ഏറ്റെടുത്ത് നിൽക്കുന്നത്. പ്രധാന പരിപാടികളിലൊക്കെ നമ്മുടെ ഈ പരിപാടി അവതരിപ്പിക്കും. വരും കാലങ്ങളിലും നാം ഈ ഒരു പ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പുസ്തക വായനയ്ക്കൊപ്പം സംഗീതത്തെയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന സംഗീതികയുടെ ഈ 10ാം വർഷം അന്നൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമാണ്. അന്നൂരിലെ ഈ വേമ്പു സ്മാരക വായനശാലയിൽ എത്തിയാൽ വായനയ്ക്കൊപ്പം തന്നെ പാട്ടും പാടി മടങ്ങാം. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇതിന്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ടൽ സംരക്ഷണത്തിന് പുതുവഴികൾ തേടി ചെറുകുന്ന് താവത്തെ പാറയിൽ രാജൻ അപൂർവമായി കണ്ടുവരുന്ന കണ്ണാമ്പെട്ടിയുടെയും ചക്കരക്കണ്ടിലിന്റെയും വിത്തുകൾ ശേഖരിച്ച് പഴയങ്ങാടി താവം പുഴയോരത്തെ തന്റെ വീടിന് സമീപം നഴ്സറി ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. വർഷങ്ങളായി കണ്ടൽ ചെടികളുടെ സംരക്ഷണത്തിലാണ് മത്സ്യത്തൊഴിലാളി കൂടിയായ പാറയിൽ രാജൻ. അപൂർവമായി കണ്ടുവരുന്ന കണ്ണാമ്പൊട്ടി നട്ടുവളർത്താൻ പുതുവഴിയുമായി കണ്ടൽ സംരക്ഷകൻ പാറയിൽ രാജൻ. കണ്ടൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് കണ്ണാമ്പൊട്ടി. എന്നാൽ ഇവയുടെ തടിയിൽ നിന്നുള്ള കറ വിഷമായതിനാൽ നട്ടുവളർത്താൻ പലരും മടിക്കും. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് രാജൻ. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും കണ്ടൽവേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പ് ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. കണ്ണാമ്പൊട്ടി വിത്ത് കടുകിന് സമാനമാണ്. ഇത് നനവുള്ള മണ്ണിൽ മുളപ്പിച്ച പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുകയാണ് രാജൻ. 2000-ലധികം ചെടി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാണിശല്യം ഉണ്ടാകില്ലെന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. വേര് വള്ളി പോലെയായിരിക്കും. താവത്തു നിന്നാണ് രാജൻ വിത്ത് ശേഖരിച്ചത്. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നു. ഭാര്യ സേതുലക്ഷ്മിയും മക്കളായ യദുരാജ്, പൂജ എന്നിവരും രാജനൊപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. കല്ല്, സിമന്റ്, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾക്കെല്ലാം തീവിലയായതോടെ സാധാരണക്കാരന്റെ വീട് എന്ന സ്വപ്നത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത്. നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. വിവിധ കാരണങ്ങളാൽ കുറച്ചുകാലമായി തുടരുന്ന പ്രതിസന്ധി ഓരോ ദിവസം കഴിയും തോറും രൂക്ഷമാവുകയാണ്. കല്ലിനും സിമന്റിനും കമ്പിക്കും സകലതിനും തീവിലയാണ്. ഒരു ചാക്ക് സിമന്റിന് 480 രൂപയിലെത്തി നിൽക്കുന്നു. ബ്രാൻഡഡ് കമ്പിക്കാകട്ടെ കിലോയ്ക്ക് 85 രൂപയാണ് വില. ചെങ്കല്ല് കിട്ടാനില്ല. വലിയ വിലയാണെങ്കിൽ പോലും ചെങ്കൽപ്പണകൾ സജീവമാണെങ്കിലും കല്ലുകൾ തെക്കൻ ജില്ലകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ലോഡ് എംസാൻഡിന് 5700 രൂപയിലെത്തി നിൽക്കുന്നു. ജില്ലയ്ക്കും 1000-ലധികം രൂപ വർദ്ധിച്ചു. സാധാരണക്കാരന്റെ വീട് എന്ന സ്വപ്നത്തിനാണ് ഇത് തിരിച്ചടിയായിരിക്കുന്നത്. നിർമ്മാണം തുടങ്ങിയ കെട്ടിടങ്ങൾ പൂർത്തിയാക്കാനും പുതിയവ നിർമ്മാണം ആരംഭിക്കാനും സാധിക്കുന്നില്ല. കരാറുകാരും നിർമ്മാണ തൊഴിലാളികളും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാഹനത്തിൽ നിന്നും ഓയിൽ ലീക്കായി പെരിങ്ങോം ഉമ്മറപ്പൊയിലിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 3 ഇരുചക്രവാഹനങ്ങളാണ് ഒരേ സമയത്ത് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് റോഡിൽ വീണ ഓയിൽ പരന്നൊഴുകിയത് ഇരുചക്രവാഹന യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. 3 ഇരുചക്രവാഹനങ്ങളാണ് ഒരേ സമയത്ത് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഉമ്മറപ്പൊയിൽ ഒഴിച്ച് ഇറക്കത്തിലായിരുന്നു അപകടം. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവാവ് സഞ്ചരിച്ച ഇരുചക്രവാഹനമാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. പിന്നാലെ കരിപ്പോട് സ്വദേശികളായ യുവാക്കൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഇതിന് പിന്നാലെ പാടിയോട്ടുചാൽ ഭാഗത്തു നിന്നും വരികയായിരുന്ന ദമ്പതികളും കുഞ്ഞും റോഡിൽ വഴുതി വീണു. തുടർച്ചയായി അപകടമുണ്ടായതോടെ നാട്ടുകാർ പെരിങ്ങോം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. ഇവരെത്തി റോഡിൽ അറക്കപ്പൊടി വിതറി അപകട സാധ്യത ഒഴിവാക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് സാരമല്ലാത്ത പരിക്കുകൾ പറ്റിയിരുന്നു. ഓയിൽ ലീക്കായ വാഹനം തിരിച്ചറിയാനായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. രാസവളത്തിന് തീവില. കൃഷിക്കാർ കൃഷിയിൽ സജീവമായ സമയത്തുള്ള ഈ വിലവർധനവ് കർഷകരുടെ നെഞ്ചിൽ തീ പടർത്തുകയാണ്. എല്ലാ രാസവളങ്ങൾക്കും വലിയ തോതിലാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. രാസവളത്തിന് തീവില. കൃഷിക്കാർ കൃഷിയിൽ സജീവമായ സമയത്തുള്ള വിലവർധനവ്
കർഷകരുടെ നെഞ്ചിൽ തീ പടർത്തുകയാണ്. എല്ലാ രാസവളങ്ങൾക്കും വില വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. വളത്തിന്റെ സബ്സിഡി വെട്ടിക്കുറച്ചതും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വളത്തിനു പുറമെ കീടനാശിനികൾക്കും വിലയേറിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറെ ബുദ്ധിമുട്ടിലായ കർഷകരെ വളങ്ങളുടെ വിലവർദ്ധനവ് തെല്ലൊന്നുമല്ല വീണ്ടും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ഫാക്ടം ഫോസ്, യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ അവശ്യവളങ്ങളുടെ വിലവർദ്ധനവ് സാധാരണ കർഷകന് താങ്ങാൻ കഴിയുന്നതല്ല. ഫാക്ടം ഫോസ് 50 കിലോ ചാക്കിന് 1425 രൂപയിൽ നിന്ന് 2300 രൂപയിലേക്കാണ് വില ഉയർന്നിരിക്കുന്നത്. പൊട്ടാഷിന്റെ വില 1800 നിന്ന് 2200 രൂപയായി വർദ്ധിച്ചു. കൂടുവളങ്ങളുടെ വിലയും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇടവേള. പാണപ്പുഴ ചുടല റോഡിൽ ഭൂതാനത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കൃത്യമായ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതും വളവുള്ള ഭാഗമായതിനാലുമാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. മാതമംഗലം പാണപ്പുഴ ചുടല റോഡിൽ ഭൂതാന ഭാഗത്താണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ചുടല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കിലോമീറ്ററുകൾ നേരെയുള്ള റോഡിൽ ഈ ഭാഗത്തു നിന്നാണ് കുത്തനെയുള്ള വളവുകൾ തുടങ്ങുന്നത്. വളവുകൾ തുടങ്ങുന്ന ഈ ഭാഗത്ത് 10ഓളം അപകടങ്ങൾ ഇതിനകം സംഭവിച്ചു. ഇവിടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ക്രാഷ് ബാരിക്കേഡുകൾ തകർന്നു പോയിരിക്കുകയാണ്. അതിനാൽ അപകടം പതിവായിരിക്കുകയാണെന്ന് ജനങ്ങൾ പറയുന്നു. കൃത്യമായ സൂചനാ ബോർഡുകളോ ലൈറ്റ് സിഗ്നലുകളോ ഇല്ലാത്തതാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത്. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ലൈറ്റ് സിഗ്നലുകളും ബോർഡുകളും സ്ഥാപിച്ച് വാഹനയാത്ര സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനശ്രീ പെരിങ്ങോം മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ ജനശ്രീ ജില്ലാ ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരിയെയും ആദരിച്ചു. ഓണാഘോഷവും അനുമോദനവും വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂടെ നിർത്താനും അവരെ സഹായിക്കാനും ഒക്കെയുള്ള സന്മനസ് പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയല്ല എന്നതുകൊണ്ട് തന്നെ മണ്ഡലം ജനശ്രീ ചെയർമാൻ KM കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. KK ഫൽഗുനൻ, രവി പൊന്നംവയൽ, AK രാജൻ, EV നാരായണൻ, KV മോഹനൻ, CM ഇസ്മയിൽ, സബീന റഷീദ തുടങ്ങിയവർ പ്രസംഗിച്ചു. 2026 SPC ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട K ശ്രീനന്ദയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നടക്കാവ് മഹാത്മാ അയ്യങ്കാളി വായനശാല അനുഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് ലൈബ്രറി കൗൺസിൽ നോർത്ത് തൃക്കരിപ്പൂർ നേതൃസമിതി കൺവീനർ P ശ്രീധരൻ സമ്മാനദാനം നിർവഹിച്ചു. ക്യാഷ് പ്രൈസുകൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ടും വനിതകൾക്കായി കമ്പവലി മത്സരവും നടന്നു. ഗ്രന്ഥാലയ പരിസരത്ത് തിരുവോണ നാളിൽ വിവിധ മത്സര പരിപാടികളും രാത്രി നൃത്തവിസ്മയ വിരുന്നും അരങ്ങേറി. കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമാപന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ നോർത്ത് തൃക്കരിപ്പൂർ നേതൃസമിതി കൺവീനർ P ശ്രീധരൻ സമ്മാനദാനം നിർവഹിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രസംഗത്തിന് ശേഷം ഇവിടെ നല്ല ഒരു കലാവിരുന്ന് നമ്മുടെ കുട്ടികളും മുതിർന്ന ആളുകളും കൂടിയിട്ടുണ്ട്. അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാര്യം എനിക്കറിയാം. അപ്പോൾ ഗ്രന്ഥശാലയെ സംബന്ധിച്ച് നമുക്കറിയാം, ഓണാഘോഷമായാലും ശരി, വിഷു ആഘോഷമായാലും ശരി,
വളരെ ഗ്രന്ഥശാലകളായിട്ടും ഒരുപാട് നിരവധി പരിപാടികൾ ഇന്ന് നമ്മുടെ ഗ്രന്ഥശാലയിൽ നടത്തി വരുന്നുണ്ട്. മഹാത്മാ അയ്യങ്കാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രസിഡന്റ് എം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കെ അനുപാൽ, ഇ രാജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. റോഡരികിൽ കാട് വളർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. പാണപ്പുഴ ചുടല റോഡിൽ അമ്മാനപ്പാറ ഭാഗത്താണ് കാട് വളർന്നത് അപകട ഭീഷണി ഉയർത്തുന്നത്. പാണപ്പുഴ ചുടല റോഡിൽ അമ്മാനപ്പാറ ഭാഗത്താണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിട്ടുള്ളത്. ചില ഭാഗത്ത് ഒരാൾ പക്കത്തിൽ കാട് വളർന്നിട്ടുണ്ട്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ കാട്ടിലേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയപ്പെടുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കാട് വളർന്നത് അപകട ഭീഷണിയായി മാറുകയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. വളവുള്ള സ്ഥലമായതിനാൽ കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കുന്നില്ല. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാതയോരങ്ങളിലെ മെഴുകുതിരി മരം കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വേനൽക്കാലത്താണ് ഇവ പൂക്കാറുള്ളത്. പാതയോരങ്ങളിലെ മെഴുകുതിരി മരം കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ശീമ അകത്തിൽ, പുഴുക്കടിക്കൊന്ന, ആനത്തകര എന്നിങ്ങനെയുള്ള പേരുകളിലും ഈ ചെറുസസ്യം അറിയപ്പെടുന്നു. വേനൽക്കാലത്താണ് ഇവ പൂക്കാറുള്ളത്. സെന്ന അലാട്ട എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. മെക്സിക്കൻ വംശജനാണ് ഈ മെഴുകുതിരി മരം. ശ്രീലങ്കക്കാർക്ക് ഇത് ഒരു ഔഷധ സസ്യമാണ്. തോട്ടത്തിന് ചാരുത നൽകാനും ഈ ചെറുസസ്യത്തിന് കഴിയും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.